Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ ലിയമ ഫ്ലറ്റിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയുടെ ആദ്യ 2 പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്തിൻ്റെ മെയിൻ പോയിന്റ്സ് നോക്കാം. വെൻ ദ സ്റ്റോറി ബിഗിൻസ് ദി യങ് സീഗൾ ഈസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. നമ്മുടെ കഥ തുടങ്ങുമ്പോൾ കഥയിലെ മെയിൻ കഥാപാത്രമായ യങ് സീഗൾ ഹീസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. അവൻ തൻ്റെ ലെഡ്ജ് വെച്ചാൽ നമുക്കറിയാം, പാറയിൽ നിന്നും മുന്നോട്ട് തള്ളി നിൽക്കുന്ന ആ തിട്ടയാണ്. ആ തിട്ടയിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. ലാസ്റ്റ് ഡേ ഹിസ് 2 brothers ആൻഡ് യങ്ങർ സിസ്റ്റർ ഫ്രീ അവേ ഫ്രം ദ ലെഡ്ജ്. അവൻ ഒറ്റയ്ക്കാകാൻ കാരണം ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം ഹിസ് 2 brothers അവൻ 2 സഹോദരങ്ങളും ഒപ്പം യങ്ങർ സിസ്റ്റർ അവൻ്റെ ഇളയ സഹോദരിയും ഫ്ലീ അവേ ഫ്രം ദ ലെഡ്ജ്. ആ ലെഡ്ജിൽ നിന്നും പറന്നു പോയി കഴിഞ്ഞിരുന്നു. ബട്ട് യങ് സീഗൾ കുഡ് നോട്ട് ഫ്ലൈ വിത്ത് ദം. അവർ പറന്നു പോയെങ്കിലും യങ് സീഗൾ, നമ്മുടെ കുഞ്ഞു സീഗളിന് കുഡ് നോട്ട് ഫ്ലൈ വിത്ത് ദം, അവർക്കൊപ്പം പറക്കാൻ കഴിഞ്ഞില്ല. ഹി വാസ് എഫ്രൈഡ് ടു ഫ്ലൈ. അവന് പറക്കുവാൻ ഭയമായിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം ഓവർ ദ വാസ്റ്റ് സീ. ഹി ബിലീവ്ഡ് ദാറ്റ്, അവൻ വിശ്വസിച്ചിരുന്നത്, ഹിസ് വിങ്സ്, തൻ്റെ ചിറകുകൾ, തൻ്റെ കുഞ്ഞു ചിറകുകൾ, വുഡ് നോട്ട് സപ്പോർട്ട് ഹിം, അവനെ സപ്പോർട്ട് ചെയ്യില്ല, അവനെ താങ്ങി നിർത്തുകയില്ല, ഓവർ ദ വാസ്റ്റ് സീ, ആ വിശാലമായ കടലിന് മുകളിൽ തൻ്റെ കുഞ്ഞു ചിറകുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നവൻ കരുതിയിരുന്നു. ഹിസ് പാരൻസ് കെയിം ആൻഡ് ഇൻവൈറ്റഡ് ഹിം. സോ ഹിസ് പാരൻസ് കെയിം, അതുകൊണ്ട് അവൻ്റെ പാരൻസ് വന്നു, അവനെ ക്ഷണിച്ചു. ദേ സ്കോൾഡഡ് ഹിം, അവർ അവനെ ശകാരിച്ചു. ഫൈനലി ദേ ത്രെറ്റൻഡ്, ഒടുവിൽ അവർ അവനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ടു സ്റ്റാവ് ഹിം, അവനെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ബട്ട് ദീസ് സ്ട്രാറ്റജീസ്, പക്ഷേ ഈ തന്ത്രങ്ങൾക്കൊന്നും കുഡ് നോട്ട് മൂവ് ഹിം എ ബിറ്റ്. ഈ തന്ത്രങ്ങൾക്കൊന്നും കുഡ് നോട്ട് മൂവ് ഹിം, അവനെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. എ ബിറ്റ്, ഈവൻ എ ബിറ്റ്, ഒരു ലേശം പോലും അവനെ ചലിപ്പിക്കുവാൻ, അവനിൽ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല. Now listen to the third paragraph. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had, in fact, seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. At all the morning, the old family had walked about in the big plateau midway down the opposite cliff, laughing at his cowardice. In this paragraph, we have about 7 words to understand. First word is skim. ആദ്യം മനസ്സിലാക്കേണ്ട വേർഡ് സ്കിം എന്നുള്ളതാണ്. സ്കിം, ദ മീനിങ് ഓഫ് സ്കിം ഇസ് ഗ്ലൈഡ് ഓർ മൂവ് സ്ലൈറ്റ്ലി, തെന്നി നീങ്ങുക എന്നാണ്. ഇവിടെ പക്ഷികളെക്കുറിച്ചാണ് സ്കിം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും ഒരു പക്ഷേ, ജലപക്ഷികളായിരിക്കും. ജലത്തിൽ മത്സ്യങ്ങളെ പിടിക്കുന്ന പക്ഷികൾ ജലത്തിന് മുകളിൽ ചിറകുകൾ വിടർത്തി പറന്ന് നീങ്ങുകയും ഒപ്പം തൻ്റെ ചുണ്ട് ഇങ്ങനെ ജലത്തിന് മുകളിൽ ഉരസിക്കൊണ്ട് കടന്നു പോവും. അതിനെ പറയുന്ന പേരാണ് സ്കിമ്മിങ് എന്ന് പറയുക. നെക്സ്റ്റ് വേർഡ് ഈസ് ഹെറിങ്. ഹെറിങ് ഈസ് റിയലി എ നോർത്ത് അറ്റ്ലാന്റിക് ഫിഷ്. നോർത്ത് അറ്റ്ലാന്റിക് തീരത്ത് കടലിൽ കണ്ടുവരുന്ന മത്സ്യമാണ് ഹെറിങ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഏറെക്കുറെ ഹെറിങ് ലൈക്ക് ഒരു ഫിഷ് ഉള്ളത് സാഡിനാണ്. സാഡിൻ എന്ന് വെച്ചാൽ മത്തി. അപ്പോൾ ഹെറിങ്, സാഡിൻ രണ്ടും നമ്മൾ സാധാരണ മത്തി എന്ന് തന്നെ പറയുമെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് ഹെറിങ്ങും സാഡിനും തമ്മിൽ. നെക്സ്റ്റ് വേർഡ് ഈസ് ഡിവോ. സ്പെല്ലിംഗ് DEVOUR, വായിക്കേണ്ടത് ഡിവോ എന്നാണ്. ഇറ്റ് മീൻസ് ഈറ്റ് ഹംഗ്രിലി ഓർ ഈറ്റ് ഗ്രീഡിലി. ആർത്തിയോടെ തിന്നുക അല്ലെങ്കിൽ വിശപ്പോടെ വേഗത്തിൽ കഴിക്കുന്നതിന്, ഗൾപ്പ് ഡൗൺ, വിഴുങ്ങി ഇറക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിവോ എന്നത്. നെക്സ്റ്റ് വേർഡ് ഇറ്റ് ഈസ് പ്ലേറ്റോ. പ്ലേറ്റോ മീൻസ് ആൻ ഏരിയ ഓഫ് ഫെയർലി ലെവൽ ഹൈ ഗ്രൗണ്ട്. അതായത് സാധാരണ തടനിരപ്പിൽ നിന്നും അല്പം ഉയർന്ന് മുകൾവശം പരന്നിരിക്കുന്ന ഭാഗങ്ങളെ പറയുന്ന പേരാണ് പ്ലേറ്റോ. അപ്ലാൻഡ് എന്നും ടേബിൾ ലാൻഡ് എന്നൊക്കെ പറയും. ജോഗ്രഫിക്കലി അതിനെ മലയാളത്തിൽ പീഠഭൂമി എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നമ്മുടെ കഥയെ സംബന്ധിച്ച് അല്പം ഉയർന്ന് നിരപ്പായ പാറക്കെട്ടിനെയാണ് പ്ലേറ്റോ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഇറ്റ് ഈസ് ക്ലിഫ്. ക്ലിഫ് മീൻസ് പ്രസിപ്പീസ്, സ്റ്റീപ്പ് റോക്ക് ഫേസ്, പാറക്കെട്ട്, അതിനെയാണ് പറയുന്നത് ക്ലിഫ് എന്ന്. ദെൻ ദ ലാസ്റ്റ് വേർഡ് ഇറ്റ് ഈസ് കവഡിസ്. കവഡിസ് മീൻസ് ലാക്ക് ഓഫ് കറേജ്, ധൈര്യം കുറഞ്ഞ, ചങ്കൂറ്റം കുറഞ്ഞ അല്ലെങ്കിൽ ഭീരുവായ എന്ന മീനിങ് ആണ് കവഡിസിനുള്ളത്. ഓക്കെ, നൗ ടു ദി എക്സ്പ്ലനേഷൻ ഓഫ് ദി പാരഗ്രാഫ്. That was 24 hours ago. That was 24 hours ago. Here, that means
that incident mentioned before. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സംഭവം, അത് നമ്മുടെ ലിറ്റിൽ സീഗൾ പറക്കുവാനും മടിച്ചതും അച്ഛനും അമ്മയും കടന്നു വന്ന് ക്ഷണിച്ചതും ഭീഷണിപ്പെടുത്തിയമായ സംഭവം, that happened 24 hours ago. അത് സംഭവിച്ച 24 hours ago. That happened yesterday. That happened a day ago. അത് കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. Since then, nobody had come near him. Since then means from that time. ആ സമയം മുതൽ nobody had come near him. ആരും അവനടുത്തേക്ക് വന്നിട്ടേ ഇല്ല. ഈവൻ ഹിസ് ഫാദർ ഓർ മദർ, അല്ലേ, അച്ഛനും അമ്മയും അവനടുത്തേക്ക് വന്നിട്ടില്ല. ഹി വാസ് എലോൺ എന്നർത്ഥം. അപ്പോൾ ഇന്നലെ അച്ഛനും അമ്മയും അവിടെ വന്ന് അവനെ ക്ഷണിച്ച് അവൻ പോകാതിരുന്നതിന് ശേഷം ഹി വാസ് എലോൺ, അവൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, കഴിഞ്ഞ ദിവസം, ഓൾ ഡേ ലോങ് മീൻസ് ഓൾ ഡേ ടൈം, ഓൾ ലോങ് ദ ഡേ ടൈം, ആ ഡേ ടൈം മുഴുവൻ, ആ പകൽ സമയം മുഴുവൻ, ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, perfecting them in the art of flight. So yesterday he was alone, and while he was alone, he had watched his parents flying about. അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഹി ഹാഡ് വാച്ച് ഹിസ് പാരൻസ്, അവൻ്റെ പാരൻസ് പറക്കുന്നത് കണ്ടു, ഫ്ലൈയിങ് അബൌട്ട്, ചുറ്റും പറക്കുന്നത് കണ്ടു, വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, അല്ലേ, ബ്രദേഴ്സിനും സിസ്റ്ററിനുമൊപ്പം അവിടെ ചുറ്റിക്കറങ്ങി പറക്കുന്ന പാരൻസിനെ അവൻ കണ്ടു. മാത്രമല്ല, പെർഫെക്റ്റിംഗ് ദം ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. വൈൽ ദേ വേർ ഫ്ലൈയിങ് അബൌട്ട്, ദിസ് പാരൻസ് വേർ പെർഫെക്റ്റിംഗ് ദം, ദി പാരൻസ് വേർ പെർഫെക്റ്റിംഗ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കുന്ന കല, പറക്കൽ കലയെ അല്ലെങ്കിൽ പറക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തെ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. അപ്പോൾ പെർഫെക്റ്റായിട്ട്, ഫോൾട്ട്ലെസ്സായിട്ട്, ഫ്ലോലെസ്സായിട്ട്, വിത്തൗട്ട് എനി മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് എങ്ങനെ പറക്കാമെന്ന് തൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും പാരൻസ് പഠിപ്പിക്കുന്നവൻ കണ്ടു. ആൻഡ് ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേഴ്സ്. ആൻഡ് ഓൾസോ ഹി ഹാഡ് സീൻ, ആൾസോ അവർ യങ് സീഗർ ഹാഡ് സീൻ ദി പാരൻസ് ടീച്ചിങ് ദം, ദി പാരൻസ് ടീച്ചിങ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹൗ ടു സ്കിം ദ വേവ്സ്, എങ്ങനെയാണ് വേവ്സിലൂടെ, തിരമാലയിലൂടെ, ഓളങ്ങളിലൂടെ തെന്നി നീങ്ങുന്നതെന്ന് പഠിപ്പിക്കുന്നത് കണ്ടു. ആൻഡ് ഓൾസോ ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, ഹൗ ടു ജംപ് ഫോർ ഫിഷ്, എങ്ങനെയാണ് മത്സ്യം പിടിക്കാൻ വേണ്ടി കുതിക്കേണ്ടത്, ജമ്പ് ചെയ്യേണ്ടത്, ചാടേണ്ടതെന്നും പഠിപ്പിക്കുന്നത് കണ്ടു. ദസ് അവർ യങ് സീഗൾ, വൈൽ ഹി വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്, ഹി ഹാഡ് സീൻ ഹിസ് പാരൻസ് giving practice to his brothers and sisters how to dive, how to jump, how to skim, and how to fly. Next sentence, he had in fact seen his older brother catch his first herring and devour it. He had in fact seen means in fact, really, satyathil, he had seen his older brother means the eldest of his brothers, തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും പ്രായം കൂടിയാൽ, തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ catch his first herring, catching his first fish, അവൻ്റെ ആദ്യത്തെ മത്സ്യത്തെ പിടിക്കുന്നത് കണ്ടു, ഹെറിങ് മത്സ്യത്തെ, മത്തി മത്സ്യത്തെ പിടിക്കുന്നത് കണ്ടു. ആൻഡ് devour it means and eating hungrily it and gulping it. അങ്ങനെ തൻ്റെ മൂത്ത സഹോദരൻ, തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദ്യത്തെ മത്സ്യത്തെ പിടിക്കുകയും അതിനെ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ഹി വാസ് ഈറ്റിംഗ് ഇറ്റ് വൈൽ സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്. ഒരു പാറയുടെ മുകളിൽ പോയിരുന്നു, മത്സ്യത്തെ പിടിച്ചിട്ട് അതിനെ കൊണ്ട് പാറയുടെ മുകളിൽ കൊണ്ട് ചെന്നിരുന്നിട്ട് devour it, eating hungrily, eating quickly it, അല്ലെ, അതിനെ വളരെ ആർത്തിയോടെ കഴിക്കുന്നതും കണ്ടു. While his parents, when this older brother caught that first herring and devoured it, his parents circled around raising a proud cackle. His parents birds, അച്ഛനമ്മമാർ circled around this older brother and raising a proud cackle, producing a proud cackle, അഭിമാനത്തോടെ cackle means a special sound produced by seagulls or some birds. ചില പക്ഷികൾ പുറപ്പെടുവിക്കുന്ന ചില പ്രത്യേക ശബ്ദം, താറാവ് ഒക്കെ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശബ്ദമാണ് കാക്കിൾ സൗണ്ട്. ആ കാക്കിൾ സൗണ്ടോടുകൂടി പ്രൗഡ് കാക്കിൾ, അഭിമാനത്തോടെ കാക്കിൾ ചെയ്തുകൊണ്ട് ഇവന് ചുറ്റായി പറക്കുന്നത് കണ്ടു. കാരണം ഫസ്റ്റ് തങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് അവൻ ആദ്യമായി ഒരു മത്സ്യത്തെ പിടിച്ചപ്പോഴുള്ള കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് പാരൻസ്, അല്ലെങ്കിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അച്ഛനമ്മമാരെ ബേർഡ്സ് ചുറ്റും പറക്കുന്നതും കണ്ടു. ഇതെല്ലാം സംഭവിച്ചത് ഇന്നലെയാണെന്ന് ഓർമ്മിച്ചു കൊള്ളണം. ആൻഡ് ഓൾ ദ മോർണിംഗ് the whole family had walked about on the big plateau midway down the opposite cliff. And all the morning yesterday, ഇന്നലെ മോർണിംഗ് മുഴുവൻ the whole family consisting of his parents, 2 brothers and younger sister, ആ മുഴുവൻ കുടുംബം ഇന്നലെ പകൽ മുഴുവൻ, ഇന്നലെ മോർണിംഗ് മുഴുവൻ had walked about on the big plateau, ആ ബിഗ് പ്ലാറ്റോയിൽ
ചുറ്റിക്കറങ്ങി നടന്നിരുന്നു. ഇവിടെ പ്ലേറ്റോയെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൂടി നമ്മുടെ ലിയാം ഓഫ് ഫെർട്ട് തരുന്നുണ്ട്. ഹി സീസ് പ്ലേറ്റോ മിഡ്വേ ഡൗൺ ദി ഓപ്പോസിറ്റ് ക്ലിഫ്. ദിസ് ബിഗ് പ്ലേറ്റോ ഈസ് മിഡ്വേ ഡൗൺ ദി ഓപ്പോസിറ്റ് ക്ലിഫ്. ഓപ്പോസിറ്റ് ക്ലിഫിൻ്റെ മിഡ്വേയിലുള്ള നമ്മുടെ യങ് സീകൾ ഇരിക്കുന്ന ഒരു ക്ലിഫാണ്, ക്ലിഫിലെ ലെഡ്ജിലാണ്. ആ ക്ലിഫിന് ഓപ്പോസിറ്റ് ദർ ഇസ് അനദർ ക്ലിഫ്. ആ ക്ലിഫിനും ഈ രണ്ട് ക്ലിഫുകൾക്ക് ഇടയിലുള്ള ഭാഗത്തായിട്ട് ദർ ഈസ് എ ബിഗ് പ്ലേറ്റോ. ആ ബിഗ് പ്ലേറ്റോയിലാണ് ലാസ്റ്റ് ഡേ ഇൻ ദ മോർണിംഗ്, കഴിഞ്ഞ ദിവസം രാവിലെ അവർ യങ് സീഗേഴ്സ് ഫാമിലി ഹാഡ് വർക്ക്ഡ്. ഒന്നും കൂടി ആ സെൻറ്റൻസ് നോക്കാം. And all the morning, the whole family had walked about on the big plateau midway down the opposite cliff. ഇവൻ്റിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ക്ലിഫിന് ഇടയിലുള്ള ഒരു ബിഗ് പ്ലേറ്റോയുടെ മുകളിൽ തലേദിവസം പകൽ മുഴുവൻ ആ ഫാമിലി ചുറ്റിക്കറങ്ങിയിരുന്നു. ലോഫിങ് അറ്റ് ഹിസ് കവഡീസ്. ഇവൻ്റെ കവഡീസിനെ, കവഡീസ് മീൻസ് ഭീരുത്വം, ഇവൻ്റെ പേടിയെ ലാഫിങ് അറ്റ്. ലാഫറ്റ് എന്ന വേർഡിൻ്റെ മീനിങ് പരിഹസിക്കുക, കളിയാക്കുക എന്നാണ്. സോ ലാഫിങ് അറ്റ് ഹിസ് കവഡീസ്, ഇവൻ്റെ കവഡീസിൻ്റെ, ഇവൻ്റെ ഭീരുത്വത്തെ, ഇവൻ്റെ ഭയത്തെ കളിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മുഴുവൻ ആ ഓൾ ഫാമിലി ആ രണ്ട് ക്ലിഫിന് ഇടയിലുള്ള ബിഗ് പ്ലേറ്റോയിൽ ചുറ്റിക്കറങ്ങിയിരുന്നു എന്നാണ് ഓഥർ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ദി പാരഗ്രാഫ്. ഹിയർ വി ഹാവ് 2 questions to face. First one, how did the parents support and encourage the young seagulls brothers and sister? ഈ പാരഗ്രാഫിൽ കണ്ടു എങ്ങനെയാണ് ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും നമ്മുടെ യങ് സീഗളിൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്തത് അല്ലേ. ഇങ്ങനെ പറയാം. The parents supported the young birds by giving them proper practice for perfect flying, skimming, and diving for fish. When the eldest of the birds caught a herring, they encouraged him by flying around him with proud cackle. മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളുടേതായ സെൻറ്റൻസ് സ്ട്രക്ചറൽ ആൻസർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നൗ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദി യങ് ബേർഡ്? നമ്മുടെ യങ് സീഗൾ നേരിട്ട ശരിയായ അല്ലെങ്കിൽ ശരിക്കുള്ള പ്രതിസന്ധി എന്താണ് എന്നാണ്. ശരിക്കുള്ള പ്രതിസന്ധി ഈസ് ഇറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ക്ലിഫ്, കുന്നിൻ്റെ അല്ലെങ്കിൽ പാറക്കൻ്റെ ഉയരമാണോ? ഓർ ഈസ് ഇറ്റ് ദ വാസ്റ്റ് സീ, കടലിൻ്റെ വിശാലതയാണോ? ഓർ ദി വീക്ക്നെസ് ഓഫ് ദി വിങ്സ്, ചിറകിൻ്റെ ദൗർബല്യമാണോ? സത്യത്തിൽ ഇതൊന്നും ആയിരുന്നില്ല അവൻ നേരിട്ട ക്രൈസിസ് എന്ന് പറയുന്നത്. ക്രൈസിസ് ആയിരുന്നു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഫിയർ. അതങ്ങനെ പറയാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഫിയർ ആർ the real crisis faced by the young bird. Now to the next paragraph. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat, because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked stranas where he and his brothers and sister had been hatched. He even gnawed at the dried piece of eggshell. It was like eating a part of himself. Now to the explanations. The sun was now ascending the sky. Here the ascending means going up or coming up, rising. The sun was now ascending means the sun was now rising up. It was the sunrise. സൂര്യോദയമായിരുന്നു അല്ലേ. The sun was now ascending the sky. ഇപ്പോൾ സൂര്യൻ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്, ആകാശത്തിന് മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എങ്ങനെ? Blazing warmly on his ledge that faced the south. Blazing warmly. Here the word blazing means burning, പൊള്ളിക്കുക, പൊള്ളിച്ചുകൊണ്ട്. Blazing warmly. വാംലി മീൻസ് മൈൽഡ്ലി, മോഡറേറ്റ്ലി. ചേർത്ത് പറഞ്ഞാൽ ബ്ലേസിങ് വാംലി മീൻസ് ബേണിങ് മോഡറേറ്റ്ലി, ബേണിങ് മൈൽഡ്ലി, ബേണിങ് ലൈറ്റ്ലി. വളരെ ലഘുവായിട്ട് ഒരു ചൂട് കൊടുത്തുകൊണ്ട്. എവിടെ? ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ് ദി സൗത്ത്. തെക്കോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന അവൻ്റെ ലെഡ്ജിനെ പൊള്ളിച്ചുകൊണ്ട്, ചെറിയ ചൂട് കൊടുത്തുകൊണ്ട് ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. ഇപ്പോൾ ആകാശത്ത് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് എന്നാണ്. നോക്കൂ, വളരെ മനോഹരമായൊരു ഇമേജാണ് നമ്മുടെ ലിയം ഓഫ് ഫെർട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഇമേജ്, ആ ഒരു ദൃശ്യം സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് ആ ഒരു രംഗം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫോട്ടോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, അത്രത്തോളം മനോഹരമാണ് ഇത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ദ സൺ വാസ് നൗ അസെൻഡ് ദ സ്കൈ ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ് ദാറ്റ് ഫേസ് ദി സൗത്ത്. നൗ ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഇന്നലെ നടന്ന സംഭവമാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് സൂര്യൻ കിഴക്ക് ഉദിച്ച് വരികയാണ്. ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രകാശം ദാറ്റ് വാസ് ബേണിങ്, അത് ബേൺ ചെയ്യുകയായിരുന്നു. ഏതിനെ? ദ ലെഡ്ജ് ദാറ്റ് ഫേസ് ദി സൗത്ത്. ഇവൻ താമസിക്കുന്ന ലെഡ്ജിനെ പൊള്ളിച്ചുകൊണ്ട്, ചൂട് കൊടുത്തുകൊണ്ട്,
തെക്ക് ഭാഗത്തു നിന്നും സൂര്യൻ ഉദിച്ചു വന്നു. He felt the heat because he had not eaten since the previous nightfall. അത്രത്തോളം പൊള്ളിക്കുന്ന ചൂടൊന്നും ആയിരുന്നില്ല അത്, പക്ഷേ he felt the heat. Our young seagull felt the heat. നമ്മുടെ യങ് സീഗളിന് ആ ചൂട് അനുഭവപ്പെട്ടു. because he had not eaten since the previous nightfall. കഴിഞ്ഞ നൈറ്റ് ഫോളിന് ശേഷം, കഴിഞ്ഞ ദിവസം രാത്രി ആയതിനു ശേഷം, നൈറ്റ് ഫോൾ മീൻസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ നൈറ്റ് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ആയതിനു ശേഷം, അല്ലെങ്കിൽ രാത്രി മുതൽ ഹി ഹാഡ് നോട്ട് ഈറ്റൺ എനിത്തിങ്, അവൻ യാതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഹി വാസ് വീക്ക്, ഹി വാസ് ഹംഗ്രി, സോ ഹി വാസ് വീക്ക് ആൻഡ് സോ ഹി ഫെൽറ്റ് ദ ഹീറ്റ് ഓഫ് ദ സൺ ഈവൻ ഇഫ് ഇറ്റ് വാസ് ദ ഹീറ്റ് ഓഫ് ദ മോർണിംഗ് സൺ. അല്ലേ, അങ്ങനെ ഒരു പ്രഭാത സൂര്യൻ്റെ ചൂടായിട്ട് കൂടിയും അവൻ അത് ശക്തമായി ചൂടായി ഫീൽ ചെയ്തത് ബിക്കോസ് ഹി വാസ് ഹംഗ്രി ആൻഡ് ഹി വാസ് ടയേർഡ്. Then he had found a dried piece of mackerel's tail at the far end of his ledge. Then പിന്നെ he had found, അവൻ കണ്ടായിരുന്നു, അവൻ ഇന്നലെ രാത്രി അവൻ കണ്ടായിരുന്നു. എന്ത് കണ്ടായിരുന്നു? Then he had found means he found എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമായിരുന്നു, ക്ലാസ് നടക്കുമ്പോഴുള്ള കാര്യമായേനെ. ബട്ട് he had found means അവൻ കണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് നൗ, ഇറ്റ് വാസ് ബിഫോർ, മുമ്പെപ്പോഴും ആയിരുന്നു. Then he had found a dried piece of mackerel's tail. അവനൊരു ഡ്രൈഡ് പീസ് ഓഫ് mackerel's tail. മാക്രൽ എന്ന് വെച്ചാൽ നമ്മുടെ അയല മീനിനെ പറയുന്ന പേരാണ് മാക്രൽ. mackerel's tail എന്ന് വെച്ചാൽ അയലയുടെ വാൽ. സോ ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് mackerel's tail. ഒരു അയല മീനിൻ്റെ വാലിൻ്റെ ഒരു ഡ്രൈഡ് പീസ്, ഒരു ഉണങ്ങിയ പീസ്, ഒരു ഉണങ്ങിയ ഫ്രാഗ്മെൻറ്റ്, ഒരു ഉണങ്ങിയ കഷ്ണം. അപ്പോൾ അയല മീൻ ഇവർ കടിച്ച് അതിൻ്റെ വാലിൻ്റെ ഒരു ചെറിയ കഷ്ണം അവിടെ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഹി ഹാഡ് ഫൗണ്ട് ഇറ്റ്, അവനത് കണ്ടായിരുന്നു. അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്, അവൻ നിൽക്കുന്ന ലെഡ്ജിൻ്റെ ഫാർ എൻഡിൽ അങ്ങ് വളരെ അകലെയായിട്ട് അങ്ങേയറ്റത്തായിട്ട് അവൻ ഒരു അയലയുടെ വാലിൻ്റെ ഉണങ്ങിയ കഷ്ണം കണ്ടിരുന്നു. ബട്ട് നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ബട്ട് നൗ, പക്ഷേ ഇപ്പോൾ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ് എന്നാണ്. സ്ക്രാപ്പ് മീൻസ് ഫ്രാഗ്മെൻറ്റ് ഓർ പീസ് ഓർ റെമിനൻറ്റ് എന്നാണ്. അവശേഷിച്ച ഭാഗം അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളെ പറയുന്ന പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആഹാരത്തിൻ്റെ അവശിഷ്ട ഭാഗ്യത്തിന് സ്ക്രാപ്പ് എന്ന് പറയുക. നമ്മുടെ യങ് സീഗൾ ഹി ഹാഡ് ഫൗണ്ട് എ mackerel's tail, റിയലി എ ഡ്രൈഡ് പീസ് ഓഫ് mackerel's tail അറ്റ് ദി ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. തൻ്റെ ലെഡ്ജിൻ്റെ അകലെയായിട്ട് കണ്ടു എങ്കിലും നൗ ഇപ്പോൾ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ്, ഒരു ചെറിയ ഫ്രാഗ്മെൻറ്റ് പോലും, ഒരു ചെറിയ കഷ്ണം പോലും ഫുഡ് അതിൽ അവശേഷിച്ചിരുന്നില്ല. നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്, നോട്ട് ലെഫ്റ്റ് എന്നർത്ഥം, അവശേഷിച്ചിരുന്നില്ല. എന്ത് അവശേഷിച്ചില്ല? നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ്, അല്ലേ, ഒരു സിംഗിൾ സ്ക്രാപ്പ് ഫുഡ് പോലും, ഒരു ചെറിയ കഷ്ണം ഫുഡ് പോലും അവശേഷിച്ചിരുന്നില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്, ഹി ഹാഡ് സെർച്ച്ഡ്, ഹി ഹാഡ് ലുക്ക്ഡ് ഫോർ, അവൻ തിരഞ്ഞിരുന്നു. എവറി ഇഞ്ച് ഓഫ് ഹിസ് ലെഡ്ജ് റൂട്ടിംഗ് എമംഗ് ദ റഫ് ഡാറ്റ് കേക്ക്ഡ് സ്റ്റോണസ്റ്റ് where he and his brothers and sister had been hatched. ഇവിടെ വന്നിരിക്കുന്ന 1-2 അപരിചിതമായ വേർഡ്സ് ഉണ്ടായിരിക്കും. ഹി ഹാഡ് സെർച്ച് എവറി ഇഞ്ച്, അവൻ ഓരോ ഇഞ്ചും സെർച്ച് ചെയ്തു, ഓരോ ഇഞ്ച് സ്ഥലവും സെർച്ച് ചെയ്തു. എങ്ങനെ? റൂട്ടിംഗ് അമംഗ് ദി റഫ് ഡറ്റ് കേക്ക്ഡ് സ്ട്രോണസ്റ്റ് എന്നാണ്. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് അപ്പ് ഗ്രൗണ്ട്സ് വിത്ത് സ്നൗട്ട് ഓർ ബീക്ക് ഇൻ സെർച്ച് ഓഫ് ഫുഡ് എന്നാണ്. ഫുഡ് തിരഞ്ഞുകൊണ്ട് സ്നൗട്ട് കൊണ്ടോ മൂക്ക് കൊണ്ടോ അല്ലെങ്കിൽ പക്ഷികളുടെ ചുണ്ട് കൊണ്ടോ ആ ഗ്രൗണ്ടിനെ ടേണപ്പ് ചെയ്യുക, ഇളക്കി മറിച്ച് നോക്കുന്നതിനെ പറയുന്ന പേരാണ് റൂട്ടിംഗ്. നമ്മൾ മലയാളത്തിൽ ചികഞ്ഞ് നോക്കുക എന്ന് പറയും, ചികയുക എന്ന് പറയും. അങ്ങനെ അവർ യങ് സീഗൾ ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച് ഓഫ് ദാറ്റ് ലെഡ്ജ് റൂട്ടിംഗ് എമംഗ് ദി റൂട്ടിംഗ്, തൻ്റെ ചുണ്ട് കൊണ്ട് ചികഞ്ഞു. എവിടെ? എമംഗ് ദി റഫ് ഡാറ്റ് കേക്ക്ഡ് സ്ട്രോണസ്റ്റ്, അവിടെ ഉണ്ടായിരുന്ന റഫായ, വളരെ പരുക്കനായി കഴിഞ്ഞിരുന്ന ഡർട്ട് കേക്ക്ഡ്, അഴുക്ക് കട്ടിപിടിച്ചിരിക്കുന്ന ഒരു സ്ട്രോണസ്റ്റ് വെയർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബിൻ ഹാച്ച്ഡ്. അവിടെ സ്ട്രോണസ്റ്റ് ഉണ്ട്. ഏതാ സ്ട്രോണസ്റ്റ്? വെയർ, ഇവിടെയാണോ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ബിൻ ഹാച്ച്ഡ്, അവനും അവൻ്റെ ബ്രദേഴ്സും അവൻ്റെ സിസ്റ്ററും ഹാഡ് ബീൻ ഹാച്ച്ഡ്. ഹാച്ച് മീൻസ് മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്നതിനെ പറയുന്ന പേരാണ് ഹാച്ചിങ് എന്ന് പറയുക. വെയർ ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ്, അവനും അവൻ്റെ 2 ബ്രദേഴ്സും സിസ്റ്ററുമൊക്കെ മുട്ട വിരിഞ്ഞ് പുറത്ത് വന്ന ആ നെസ്റ്റ് നൗ ഇറ്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ റഫ് ഡർട്ട് കേക്ക്ഡ് വൺ, വളരെ പരുക്കനായി അഴുക്ക് കട്ടിപ്പിടിച്ച ഒരു നെസ്റ്റാണ്. അതിൻ്റെ ഓരോ ഇഞ്ചും അവൻ തിരഞ്ഞു. ഒന്നുകൂടി നമുക്ക് ആ സെൻറ്റൻസ് നോക്കാം. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്, അവൻ ഓരോ ഇഞ്ചും സെർച്ച് ചെയ്തു. എങ്ങനെ?
റൂട്ടിംഗ് എമംഗ്, ചിക്കിച്ചകഞ്ഞുകൊണ്ട്. ഏതിനെയാണ് ചിക്കിച്ചകഞ്ഞത്? The dirty-caked nest, straw nest, where he and his brothers and sister had been hatched. അവനും അവൻ്റെ ബ്രദേഴ്സ് സിസ്റ്ററും ഹാഡ് ബീൻ ഹാച്ച്ഡ്, വിരിഞ്ഞ് പുറത്ത് വന്ന ആ ഡർട്ടി കേക്കഡ് സ്ട്രോ നെസ്റ്റിനെയും, ആ അഴുക്ക് പുരണ്ട് കട്ടിപ്പിടിച്ചിരിക്കുന്ന ആ സ്ട്രോ നെസ്റ്റിനെ, പുല്ലുകൊണ്ടോ മറ്റോ ഉള്ള ആ നെസ്റ്റിനെ, ആ കൂടിനെ അവൻ അവൻ്റെ ബീക്ക് കൊണ്ട്, ചുണ്ടുകൊണ്ട് അവൻ ചിക്കിച്ചകഞ്ഞു. He even gnawed at the dried piece of eggshell. He even gnawed. The word gnaw means chew, munch, crunch, nibble എന്നൊക്കെയാണ്. ചവയ്ക്കുക. ഇവിടെ കരളുക എന്നർത്ഥം. ഹി ഈവൻ നൗട്ട്, അവൻ കരണ്ടു, ചവച്ചു നോക്കി. ഏതിനെ? അത് ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ. എഗ്ഷെല്ലിൻ്റെ മുട്ടത്തോടിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതിനെ കൂടി അവൻ കരണ്ട് നോക്കി. നിങ്ങൾക്കറിയാം അത് ഏത് എഗ്ഷെല്ലാണെന്ന്. ദ സെയിം എഗ്ഷെൽ ഫ്രം വെയർ ഹിസ് ബ്രദേഴ്സ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഹി ഹാഡ് ബീൻ ഹാച്ച്ഡ് ഔട്ട്, അല്ലേ? അവർ പുറത്ത് വന്ന ആ മുട്ടയുടെ തോടോടെ കിടപ്പുണ്ടായിരുന്നു. ആ മുട്ടയുടെ തോടിനെ പോലെ ഹി ഈവൻ നൗട്ട്, ഈവൻ വെച്ച പോലുന്നു, ഹി ഈവൻ നോട്ട്, അവൻ കരണ്ട് നോക്ക് പോലും ചെയ്തു. ഏതിനെ? ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അങ്ങനെ അവൻ ആ ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെല്ലിൽ നിന്ന് നോ ചെയ്തത്, ച്യൂ ചെയ്തത്, മഞ്ച് ചെയ്തത്, ക്രഞ്ച് ചെയ്തത്, ചവച്ച് നോക്കിയത്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ്റെ തന്നെ ഒരു ഭാഗത്തെ ചവയ്ക്കുന്നത് പോലെയായിരുന്നു, കഴിക്കുന്നത് പോലെ ആയിരുന്നു. ഇവിടെ ഈ പാരഗ്രാഫിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമ്മുടെ കഥാകൃത്ത് ശ്രമിച്ചിരിക്കുന്നത് ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദി യങ് ബേർഡാണ്. നമ്മുടെ ആ യങ് ബേർഡിൻ്റെ, ആ കുഞ്ഞു പക്ഷിയുടെ പത്തറ്റിക് കണ്ടീഷനാണ്, ശോചനീയമായ അവസ്ഥയാണ് എത്തിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് വൺ, ഹി ഹാഡ് നോട്ട് ഈറ്റൺ എനിത്തിങ് ഫ്രം ദി പ്രീവിയസ് നൈറ്റ് ഫുൾ. കഴിഞ്ഞ രാത്രി മുതൽ ഒന്നും കഴിച്ചിരുന്നില്ല. ആൻഡ് നൗ ദി സൺസ് വാംത്ത്, സൂര്യൻ്റെ ചൂട്, ഇറ്റ് വാസ് ബ്ലേസിങ് ഫോർ ഹിം, അവന് പൊള്ളിക്കുന്ന ഒന്നായിരുന്നു. ദെൻ ഹി വാസ് സിവിയർലി ഹംഗ്രി, സോ ഹി even gnawed at the dried piece of eggshell and searched the food, even the dried piece of mackerel's tail. Now, do you feel pity for the bird? Do you think the parents are very cruel to him? സത്യത്തിൽ എന്തിനായിരിക്കും അവനെ ഒറ്റയ്ക്കാക്കി പട്ടിണിക്കിട്ട് അച്ഛനമ്മമാർ മാറുന്നത്? യെസ്, നിങ്ങൾ കരുതുന്നത് തന്നെ. മേക്ക് ഹിം ബോൾഡ്, ഗിവ് ഹിം കോൺഫിഡൻസ്, മേക്ക് ഹിം സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ് ഡിപ്പെൻഡിങ്, അല്ലേ? അവന് ആത്മവിശ്വാസം കൊടുക്കുവാൻ, അവനെ ചങ്കൂറ്റമുള്ളവനാക്കി തീർക്കുവാൻ, മറ്റാരെയും ആശ്രയിക്കാൻ, മുന്നോട്ട് പോകാൻ വേണ്ടി സെൽഫ് ഡിപ്പെൻഡിങ് തീരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ക്രൂരമായി അവരെക്കുറിച്ച് തോന്നുമെങ്കിലും അവർ ചെയ്തത് വളരെ ശരിയായിരുന്നു മനസ്സിലാക്കാം. സോ നൗ എ വർക്ക് ഫോർ യു. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ റോൾ ഓഫ് പാരൻസ് ഇൻ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. So it is the time to say goodbye. Thank you.